ഈശ്വമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ലോഗോസ് പഠന പരമ്പരയിലെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ 1 സാമുവേൽ പുസ്തകത്തിലെ 4, 5 അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. ആദ്യമായി 4-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ചോദ്യം 1. ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് ആര്? ഫിലിസ്തീയർ. ചോദ്യം 2. ആരുടെ കാലത്താണ് ഫിലിസ്തീയർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? സാമുവേലിൻ്റെ കാലത്ത്. ചോദ്യം 3. ഫിലിസ്തീയർ ആർക്കെതിരെയാണ് യുദ്ധത്തിന് വന്നത്? ഇസ്രായേലിനെതിരെ. ചോദ്യം 4. ഇസ്രായേൽ പാളയമടിച്ചത് എവിടെയാണ്? എബനേസറിൽ. ചോദ്യം 5. അഫെക്കിൽ പാളയമടിച്ചത് ആര്? ഫിലിസ്തീയർ. ചോദ്യം 6. ഫിലിസ്തീയരും ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ പരാജയപ്പെട്ടത് ആര്? ഇസ്രായേൽ. ചോദ്യം 7. യുദ്ധക്കളത്തിൽ എത്രത്തോളം ആളുകളെ ഫിലിസ്തീയർ വധിച്ചു? 4000-ഓളം ആളുകളെ. ചോദ്യം 8. നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാമെന്ന് പറഞ്ഞത് ആര്? ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ. ചോദ്യം 9. ഉടമ്പടിയുടെ പേടകം എപ്രകാരമുള്ളതായിരുന്നു? കെരൂബുകളുടെ മേൽ എഴുന്നള്ളിയിരിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൻ്റെ പേടകം. ചോദ്യം 10. പേടകത്തോടൊപ്പം ഉണ്ടായിരുന്നത് ആരെല്ലാം? ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും. ചോദ്യം 11. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചു. ചോദ്യം 12. ഇസ്രായേൽ മുഴുവൻ ആനന്ദം കൊണ്ട് ആർത്തു വിളിച്ചപ്പോൾ ആ ശബ്ദം ഭൂമിയിലെങ്ങും പ്രതിധ്വനിക്കാൻ കാരണമായത് എന്ത്? കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോഴാണ് അത് സംഭവിച്ചത്. ചോദ്യം 13. ഫിലിസ്തീയർ ഭയചകിതരായത് എപ്പോൾ? കർത്താവിൻ്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ. ചോദ്യം 14. ഫിലിസ്തീയരോട് ഇസ്രായേൽ പരാജയപ്പെട്ടപ്പോൾ അവർ എന്തു ചെയ്തു? ഇസ്രായേൽ കൂടാരത്തിലേക്ക് പലായനം ചെയ്തു. ചോദ്യം 15. ഈ യുദ്ധത്തിൽ എത്ര പടയാളികൾ നിലം പതിച്ചു? 30,000. ചോദ്യം 16. ഏലിയുടെ പുത്രന്മാർ വധിക്കപ്പെട്ടത് എപ്പോൾ? ഫിലിസ്തീയരും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ വെച്ച്. ചോദ്യം 17. യുദ്ധരംഗത്തു നിന്നോടി ഷീലോയിലെത്തിയത് ആര്? ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ. ചോദ്യം 18. അവൻ ഷീലോയിൽ എത്തുമ്പോൾ വഴിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരുന്നത് ആര്? ഏലി. ചോദ്യം 19. എന്തിനെക്കുറിച്ചാണ് ഏലി ആകുലചിത്തനായിരുന്നത്? ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച്. ചോദ്യം 20. ഏലി വാതിൽപ്പടിക്കരികെയുള്ള പീഠത്തിൽ നിന്നും പുറകോട്ട് മറിഞ്ഞത് എപ്പോൾ? ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ. ചോദ്യം 21. ഏലി എത്ര വർഷം ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നു? 40 വർഷം. ചോദ്യം 22. ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവവേദന ശക്തിപ്പെട്ട് ഉടനെ പ്രസവിച്ചത് ആര്? ഫിനെഹാസിൻ്റെ ഭാര്യ. ചോദ്യം 23. എന്തു പറഞ്ഞാണ് ഫിനെഹാസിൻ്റെ ഭാര്യ തൻ്റെ കുഞ്ഞിന് പേരിട്ടത്? മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞു. ചോദ്യം 24. ഫിനെഹാസിൻ്റെ കുഞ്ഞിൻ്റെ പേരെന്ത്? ഇക്കാബോദ്. ചോദ്യം 25. ഇക്കാബോദ് എന്ന വാക്കിനർത്ഥം മഹത്വമില്ല. ഇനി നമുക്ക് 5-ാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാം. ചോദ്യം 1. ദൈവത്തിൻ്റെ പേടകം കൈവശപ്പെടുത്തിയത് ആര്? ഫിലിസ്തീയർ. ചോദ്യം 2. ഫിലിസ്തീയർ ദൈവത്തിൻ്റെ പേടകം എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക്. ചോദ്യം 3. എബ്നേസറിൽ നിന്ന് അഷ്ദോദിലേക്ക് ഫിലിസ്തീയർ എന്താണ് കൊണ്ടുപോയത്? ദൈവത്തിൻ്റെ പേടകം. ചോദ്യം 4. ദൈവത്തിൻ്റെ പേടകം ഫിലിസ്തീയർ എവിടെയാണ് സ്ഥാപിച്ചത്? ദാഗോൻ്റെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് സമീപം. ചോദ്യം 5. ദൈവത്തിൻ്റെ പേടകം സ്ഥാപിച്ചതിന് സമീപമുള്ള ക്ഷേത്രം എവിടെയാണ്? അഷ്ദോദിൽ. ചോദ്യം 6. അടുത്ത ദിവസം പ്രഭാതത്തിൽ ജനങ്ങൾ ഉണർന്നപ്പോൾ എന്താണ് കണ്ടത്? ദാഗോൻ്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ
നിലത്ത് മറിഞ്ഞു കിടക്കുന്നു. ചോദ്യം 7. ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ നിലത്തു മറിഞ്ഞു കിടക്കുന്നത് കണ്ടത് ആര്? അഷ്ദോദിലെ ജനങ്ങൾ. ചോദ്യം 8. പിറ്റേന്നും അഷ്ദോദിലെ ജനങ്ങൾ ഉണർന്നപ്പോൾ കണ്ടത് എന്ത്? ദാഗോന്റെ ബിംബം കർത്താവിൻ്റെ പേടകത്തിന് മുൻപിൽ മറിഞ്ഞു കിടക്കുന്നതും ദാഗോന്റെ തലയും കയ്യും അറ്റ് വാതിൽപ്പടിയിൽ കിടക്കുന്നതും ഉടൽ മാത്രം അവശേഷിച്ചിരുന്നതായും കണ്ടു. ചോദ്യം 9. ആർക്കെതിരെയാണ് കർത്താവിൻ്റെ കരം പ്രബലമായത്? അഷ്ദോദിലെ ജനങ്ങൾക്കെതിരെ. ചോദ്യം 10. അഷ്ദോദിലെ ജനങ്ങൾക്കെതിരെ പ്രബലമായത് ആരുടെ കരങ്ങളാണ്? ദൈവത്തിൻ്റെ കരങ്ങൾ. ചോദ്യം 11. അവിടുന്ന് അവരെ എന്തു ചെയ്തു? ഭയപ്പെടുത്തി, കുരുക്കൾ വരുത്തി അവരെ കഷ്ടപ്പെടുത്തി. ചോദ്യം 12. കുരുക്കൾ വന്ന് കഷ്ടപ്പെട്ടത് ആര്? അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർ. ചോദ്യം 13. ഫിലിസ്തീയ പ്രഭുക്കന്മാരെ വിളിച്ചുകൂട്ടി തീരുമാനിച്ചത് പ്രകാരം ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പേടകം എന്തു ചെയ്തു? ഗത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേടകം അങ്ങോട്ട് കൊണ്ടുപോയി. ചോദ്യം 14. ദൈവത്തിൻ്റെ പേടകം ഗത്തിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഗത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും കുരുക്കൾ വന്ന് കഷ്ടപ്പെട്ടു. ചോദ്യം 15. ദൈവത്തിൻ്റെ പേടകം ഗത്തിൽ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എക്രോണിലേക്ക്. ചോദ്യം 16. പേടകം എക്രോണിലെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? തദ്ദേശവാസികൾ മുറവിളി കൂട്ടി. ചോദ്യം 17. എക്രോണിലെ ജനങ്ങൾ ആരെയാണ് വിളിച്ചു കൂട്ടിയത്? ഫിലിസ്തീയ പ്രഭുക്കന്മാരെ. ചോദ്യം 18. ഇസ്രായേലരുടെ ദൈവത്തിൻ്റെ പേടകം വിട്ടുകൊടുക്കുക, നമ്മെയും നമ്മുടെ ജനത്തെയും നശിപ്പിക്കാതിരിക്കാൻ അത് തിരിച്ചയക്കുക എന്ന് ആരോട് പറഞ്ഞു? എക്രോണിലെ ജനങ്ങൾ ഫിലിസ്തീയ പ്രഭുക്കന്മാരോട്. ചോദ്യം 19. സംഭ്രാന്തി നഗരത്തെ മുഴുവൻ ബാധിച്ചതിന് കാരണമെന്ത്? ദൈവം അവരെ കഠിനമായി ശിക്ഷിച്ചു. ചോദ്യം 20. ആകാശത്തിലേക്ക് ഉയർന്നത് എന്ത്? നഗരവാസികളുടെ മുറവിളി. ചോദ്യം 21. ഏത് നഗരവാസികളുടെ നിലവിളിയാണ് ആകാശത്തിലേക്ക് ഉയർന്നത്? എക്രോൺ നഗരവാസികളുടെ. ഇത്രയും സമയം 1 സാമുവേൽ പുസ്തകത്തിലെ 4ഉം 5ഉം അധ്യായങ്ങളിലെ ഏതാനും ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെട്ടത്. അടുത്തൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.